തുകിന കുളിച്ച് ഡ്രസ്സ് ചെയ്തു. ബാഗെടുത്ത് തോളിലിട്ടു. കറുത്ത ജീൻസും ഇളം നീല ഫുൾ സ്ലീവ് ബനിയനും ധരിച്ചു. ബൈക്ക് സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയതും അമ്മ ഓടിയെത്തി. "മോളെ, നീ ഒന്നും കഴിച്ചില്ലല്ലോ?" "അത് ഇപ്പം വേണ്ടമ്മേ, സമയമില്ല. ചോറെടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് അതെടുത്ത് കഴിക്കാം." "അമ്മ പിള്ളേരെ പോലെ ഓടാതെ ലത ചേച്ചിയെ ഓടിച്ചാൽ പോരെ?" തുകിനയുടെ വാക്ക് കേട്ട് ലത ഓടി വന്നു. "എന്താ മോളെ?" അവൾ തുകിനയോട് ചോദിച്ചു. "ചേച്ചി, അമ്മയെ നോക്കിക്കൊള്ളണേ." "ഓ, ഞാൻ മരുന്നെടുത്ത് സമയത്തിന് കൊടുത്തോളാം മോളെ." "ഓക്കെ, വൈകിട്ട് കാണാം." "അമ്മേ, ചേച്ചി." അവൾ ഹെൽമെറ്റ് ധരിച്ചു ബൈക്ക് ഓടിച്ചു പോയി. അവൾ മറയുവോളം രണ്ടാളും നോക്കി നിന്നു. "വാ ചേച്ചി, നമുക്ക് പോകാം." ലത സുമയെ വിളിച്ചു. പ്രഷറിൻ്റെ ഗുളികയും വെള്ളവും അവൾ എടുത്തു കൊണ്ടുവന്നു. "മോള് പോയല്ലോ, ഈ ഗുളിക കഴിക്ക് ചേച്ചി." അവൾ നീട്ടിയ വെള്ളം വാങ്ങി കൊണ്ട് സുമ ചോദിച്ചു. "നിനക്കെന്തെങ്കിലും കഴിക്കണ്ടേ?" "പിന്നെ കഴിക്കാം." "മോളും സമാധാനമില്ലാതെയാണ് ജോലിക്ക് പോയിരിക്കുന്നത്." "പാവം ചേച്ചി, അവളെ ഇപ്പം കെട്ടിച്ച് വിടരുത്." ലത പറഞ്ഞു. "എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. 5 വയസ്സായ കൊച്ചിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്ന കാര്യം എനിക്കറിയാം. അമ്മയ്ക്ക് സുഖക്കേടില്ലാത്തത് കൊണ്ട് കൊള്ളാം. എനിക്കൊന്നും അറിയണ്ട. കൊച്ചിൻ്റെ അച്ഛന് എന്താണ് ജോലി? കൂലിവേല. നിന്നെ കണ്ടാൽ ആരും പറയില്ല കെട്ടിച്ചതാണെന്ന്. അതിന് 18 തികഞ്ഞപ്പം കെട്ടിച്ചു വിട്ടു. ഇപ്പം 26 വയസ്സ് നടക്കണം. മോളെ, ഞാനൊന്ന് കിടക്കട്ടെ, നീയും പോയി വിശ്രമിക്ക്." എന്നും പറഞ്ഞ് സുമ മകളെക്കുറിച്ച് ആലോചിച്ചു. സുമയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. "എൻ്റെ മകൾ വളരെ വിഷമിക്കുന്നുണ്ട്. അവൾക്ക് സന്തോഷമായ ഒരു ജീവിതം കിട്ടണേ ദൈവമേ." സുമ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കമായി. തുകിന ഓഫീസിലെത്തി. എല്ലാവരും വന്നെത്തിയിട്ടില്ല. അവൾ അവളുടെ ക്യാബിനിൽ കയറി. ബാഗ് യഥാസ്ഥാനത്ത് വെച്ചു. തണുപ്പ് കൂടുതലായത് കാരണം ഓവർകോട്ട് അണിഞ്ഞു. കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. പെട്ടെന്ന് വിനീഷ തുകിനയെ കാണാനെത്തി. "എന്താ മാനേജർ സാറേ, ഗൗരവത്തിലാണല്ലോ?" തുകിന പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. "നമുക്ക് ക്യാൻറ്റീനിൽ ഒന്ന് പോകാം, ഒരു കോഫി കുടിച്ച് വരാം. ബാ." വിനീഷ അവളെയും കൂട്ടി ലിഫ്റ്റിലെത്തി. തുകിന മൗനം പൂണ്ടു നിന്നു. വിനീഷയോടായി പറഞ്ഞു. "എത്ര മൗനിയാകണ്ട കേട്ടോ." "വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് സുഖമല്ലേ?" "ആണെന്നവൾ തലയാട്ടി." 2 കോഫിക്ക് ഓർഡർ ചെയ്തവർ അഭിമുഖമായിരുന്നു. "എന്താടി, എന്തുണ്ടായി?" വിനീഷയുടെ ജിജ്ഞാസ വർദ്ധിച്ചു. തുകിന പറഞ്ഞു. "ഓരോ ദിവസവും ഓരോ പ്രോബ്ലങ്ങളാണ്." അവൾ ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ധർമ്മസങ്കടം കണ്ടവൾ തുകിനയെ ആശ്വാസപ്പെടുത്തി. "എൻ്റെ ചേട്ടൻ്റെ എടുത്തുചാട്ടമാണ് ഇതെല്ലാം വരുത്തി വെച്ചത്. ഞാൻ പറഞ്ഞതാണ് ജീവിതം വെച്ചാണോ കളിക്കുന്നത് എന്ന്. നല്ല സ്ത്രീധന വിരോധികൾ. ഇപ്പോൾ അമ്മാവിൻ്റെ മുന്നിൽ നിനക്ക് സങ്കടപ്പെടേണ്ടി വന്നില്ലേ?" കോഫി കുടിച്ചു തീർത്ത് രണ്ടാളും പുറത്തിറങ്ങി. വിനീഷയെയും തുകിനയും കണ്ടു. അവൻ ചോദിച്ചു. "എന്താ, ഫോൺ വിളിച്ചാലും റെസ്പോൺസ് ഇല്ല, കണ്ടാൽ ഒരു മൈൻഡുമില്ല. നീ പോരെടുത്തോടി." തുകിനയുടെ കണ്ണു ചുവന്നു. വിനീഷ പറഞ്ഞു. "വിനു, നീ പോയേ, ഞങ്ങൾക്ക് വേറെ പ്രോബ്ലങ്ങളുണ്ട്." തുകിനയുടെ കൈ പിടിച്ചവൾ വേഗം നടന്നു. എന്തെന്നറിയാതെ വിനു കസേരയിലിരുന്നു.